നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസം മകം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മകവും പോലും തൊഴിൽക്കാലം ചിങ്ങക്കൂറാണ്. അപ്പോൾ ചിങ്ങക്കൂറിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ് ചിങ്ങത്തിൽ നിൽക്കുന്നത്. ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല പ്രിയ കലഹോസ്തകത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 7ാം ഭാവത്തിൽ ശുക്രനും അതുപോലെ ചതുർഗ്രഹ യോഗവും വന്നിരിക്കുന്ന സമയമാണ്. 7ാം ഭാവാധിപതി അഷ്ടമത്തിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാമ്പത്യസുഖം കുറവുണ്ടാകാനുള്ള സാധ്യത. പ്രിയ കലഹം എന്ന് പറയുമ്പോൾ സൗന്ദര്യപ്പിണക്കം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, കാമുകി കാമുകന്മാർ തമ്മിലൊക്കെ സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ്. ഇഷ്ടസ്ഥാനത്ത് ഉച്ചബലവാനായിട്ടാണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ 4ാം ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബസുഖം അനുഭവിക്കാനുള്ള യോഗം, ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം അനുകൂലമായിരിക്കുന്ന സമയമാണ്. ഭാഗ്യാധിപതി ഉച്ചബലവാനായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം കൊണ്ട് ഭാഗ്യവർദ്ധനവിന് യോഗമുള്ള സമയമാണ്. സർവാഭിഷ്ടസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്, നല്ല ഭാഗ്യമുള്ള സമയമാണ്. അത് കാരണം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. നിവൃത്തിസ്ഥാനത്ത് സഹായസ്ഥാനാധിപതി കർമാധിപത്യം വഹിച്ചു നിൽക്കുന്നത് കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ നിപുണായോഗമുണ്ട്. അപ്പോൾ നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് സംസാരം കൊണ്ട് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാനും അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സമയമായിട്ട് വേണം പറയാനായിട്ട്. അപ്പോൾ ഈ മാസത്തിൽ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തലവേദന, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, നടുവേദന പോലെയുള്ള രോഗാവസ്ഥ ഉണ്ടാകുക. മാത്രമല്ല ഒരു രോഗം കുറഞ്ഞൊന്ന് സ്വസ്ഥമായി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും അടുത്ത രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശനിദോഷമുള്ളത് കാരണം ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതുപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിരിക്കുന്ന മാസമല്ല ഇത്. കാരണം ചതുർഗ്രഹ യോഗമാണ്. അതേപോലെ തന്നെ 3-ാം തീയതിയോട് കൂടിയിട്ട് ചൊവ്വ 7ാം ഭാവത്തിലേക്ക് വരും. അപ്പോൾ ചൊവ്വയും ശുക്രനൊക്കെ 7ാം ഭാവത്തിൽ വരുമ്പോൾ ദാമ്പത്യ സംബന്ധമായിട്ട് ബന്ധം ഒഴിവാകുന്ന രീതിയിൽ, മാനസികമായിട്ട് അകൽച്ച വർദ്ധിക്കുന്ന രീതിയിലുള്ളൊരു സമയമാണ്. അതുപോലെ എന്തെങ്കിലും കേസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ദാമ്പത്യ വിഷയത്തിലും പ്രേമ സംബന്ധമായിരിക്കുന്ന വിഷയത്തിലൊക്കെ അത്ര അനുകൂലമായിരിക്കുന്ന ഗുണത്തെ കൊടുക്കുന്ന ഒരു മാസമല്ല. അത് മാത്രമല്ല സൂര്യനോട് ചേർന്നിട്ട് പാപയോഗം ചെയ്താണ് സൂര്യൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 9ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ കൂടി 7ാം ഭാവത്തിലേക്ക് വരുന്ന സമയത്ത് പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. പ്രിയ കലഹം, സൗന്ദര്യപ്പിണക്കം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനാണ് വരും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സുഹൃത്ത് വിരോധം പോലെയുള്ള കാര്യങ്ങളും സുഹൃത്തുക്കൾ മുഖാന്തരം നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാൽ ആ സംസാരം കൊണ്ടൊക്കെ ദോഷങ്ങൾ ഉണ്ടാകാനും അത് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനും യോഗമുള്ള സമയമാണ്. അപ്പോൾ ജോലി ഉണ്ടാകും, ജോലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയുണ്ട്. എങ്കിൽ പോലും ഇടയ്ക്ക് തൊഴിലിൽ മുടക്കങ്ങൾ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട സഹപ്രവർത്തകരുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അഷ്ടമവ്യാഴാണ്. അപ്പോൾ അതും അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലത്തെ അല്ല കാണിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.